ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോ കാണുന്നത് ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം സ്ത്രീകളുടെ അറ്റൻഷൻ കിട്ടാനും സ്ത്രീകൾ ബെഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുറകെ വരാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കിഡിലൻ ടെക്നിക്കുകൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ഓരോ പോയിന്റുകളും നിങ്ങളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളുടെയും അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കും, നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളെ വിട്ടു പോവത്തില്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഉള്ള ഒരു ആണിനെ ഏതൊരു സ്ത്രീയും ഇഷ്ടപ്പെടും. കാരണം അവർക്ക് എപ്പോഴും എനർജി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള തോട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കോൺഫിഡൻസ് കുറവുള്ളത്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ജനിച്ചു വളർന്നു വന്നപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ അങ്ങനെ മടിയനും ലേസിനെസ്സും ഷൈയൊക്കെ ഉള്ള ആളാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ നമുക്ക് പറ്റും. നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. കോൺഫിഡൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തോട്ട് മാസ്റ്ററി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് ചെയ്താൽ മതി. 31 days വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഓർമ്മ വന്നപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെറ്റ് ബിഗ് ഗോൾസ് എന്ന് പറയുന്നത്. വലിയ വലിയ ലക്ഷ്യങ്ങളുള്ള വ്യക്തികൾ വെറുതെ ഇങ്ങനെ വലിയ സ്വപ്നങ്ങളെ കുറിച്ച് വാതോരാതെ പറയുക എന്നുള്ളത് മാത്രമല്ല, അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുകയും പഠിക്കുകയും മുന്നോട്ട് പോവുകയും അത്തരം സ്വപ്നങ്ങളെ ചേസ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ഹൈ വാല്യൂ മെന്നായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. വലിയ സ്വപ്നങ്ങൾ കാണുക, അതിനു വേണ്ടിയിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുക, എഫേർട്ട് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഡ്രസ്സിങ് വരും, നീറ്റ്നെസ് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബോഡി നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പം നിങ്ങൾ നല്ല ഗോളിൽ ഫോക്കസ് ചെയ്തിട്ട് പാഷനേറ്റ് ആയിട്ട് പോകുന്ന ഒരാളാണ്, നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്, പക്ഷെ നിങ്ങളുടെ ബോഡി ഭയങ്കര വീക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഡ്രസ്സിങ്ങിലാണെങ്കിലും നിങ്ങളുടെ ബോഡിയിലാണെങ്കിലും ഒക്കെ ആ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണം. എത്ര തിരക്കുള്ള ആളാണെങ്കിലും എത്ര വലിയ ബിസിനസ്മാൻ ആണെങ്കിലും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ. ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുന്നതാവാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നതാവാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഹോബീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡ്ഫുൾനെസ്സിന്റെ ഭാഗമായിട്ട് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കധികം സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെ ഒരു മൈൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ, വളരെ ഹാപ്പിനെസ് ഉള്ള ഒരു മൈൻഡ് ഉള്ള വ്യക്തിയായിട്ട്, പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ അത്തരത്തിലുള്ള ഹാബിറ്റുകളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നെഗറ്റീവായി പോവാറുണ്ട് അല്ലേ? അപ്പോൾ സെൽഫ് ടോക്ക് പലപ്പോഴും നമ്മൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതെന്താ? ഇപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കും, ഞാൻ അത്ര പോരാ, എന്നെ കൊണ്ട് അത് പറ്റുമോ, ഇങ്ങനെ പല രീതിയിലും നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാക്സിമം പോസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ കെയർ ചെയ്യുക. നമ്മുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബീഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ നഖം വെട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. എത്ര ബിസി ആണെന്നുണ്ടെങ്കിലും ആ ഒരു നീറ്റ്നെസ്സും സെൽഫ് കെയറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ വാല്യൂ മെൻ തന്നെ ആവും. സ്ത്രീകൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നും. നിങ്ങളോട് ബെഗ് ചെയ്യാനുള്ള, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുടെ പുറകെ ഇങ്ങനെ ചേസ് ചെയ്ത് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ
എപ്പോഴും ഗ്രോത്തിന് വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അത് ബുക്കുകൾ വായിക്കുന്നതാവാം, സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുന്നതാവാം. ആ പേഴ്സണൽ ഗ്രോത്ത്, നോളജ് അപ്ഡേറ്റ് ചെയ്യുന്ന പുരുഷന്മാരെ എപ്പോഴും അവർക്കൊരു ക്രൈസ് ആയിരിക്കും, അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പഠിക്കുക തന്നെ ചെയ്യണം. നന്നായിട്ട് എങ്ങനെ സംസാരിക്കാം, വിനയത്തോടെ എങ്ങനെ സംസാരിക്കാം, പൊളൈറ്റായിട്ട് എങ്ങനെ സംസാരിക്കാം, അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അതിൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുക, എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക. ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ്. അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കുക. ഒരു ആക്റ്റീവ് ലിസണർ ആവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചേസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സോഷ്യലി ഭയങ്കര കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് പരിചയമുണ്ട്. എസ്പെഷ്യലി ഫെയിമായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള പരിചയം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ ഡീൽ ചെയ്യാൻ അറിയാം, അവരോട് സൗമ്യമായിട്ട് സംസാരിക്കാൻ അറിയാം, അകറ്റി നിർത്തേണ്ട ആളുകളെ അകറ്റി നിർത്താൻ അറിയാം, നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ അറിയാം. അങ്ങനെ ഒരു ഹൈ വാല്യൂ മെന്നാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഐ കോണ്ടാക്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആംഗ്യ ഭാഷ, നിങ്ങളുടെ നിൽപ്പ്, നടപ്പ്, ഇതൊക്കെ അതിൽ പെടും. അപ്പോൾ ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും നിങ്ങളോട് വളരെ നല്ല രീതിയിൽ തന്നെ അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഒരുപാട് ടെക്നിക്കുകൾ ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു. അപ്പോൾ ഇതിൽ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കും. അപ്പോൾ ഇതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകളുണ്ടായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ. അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവരും കാണട്ടെ, അവരും മാറട്ടെ, നിങ്ങളും മാറട്ടെ, എല്ലാവരുടെ ജീവിതത്തിലും ഹാപ്പിനെസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു. നമസ്തേ.